വെൽക്കം ടു ലിജോസ് ന്യൂ ബിഗിൻ വേൾഡ്. ഇന്ന് നമ്മൾ റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ ഒരു അടിപൊളി ചില്ലി ചിക്കനാണ് ഉണ്ടാക്കാൻ പോകുന്നത്. എനിക്ക് പകരം ഇന്ന് ഹസ്ബൻഡാണ് അടുക്കള കയറിയിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോസ് കണ്ട് ലൈക്ക് ഷെയറും ചെയ്യണേ. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, നമുക്ക് നമ്മൾ ചിക്കൻ കഴുകി വെച്ച് നമ്മൾ എടുത്തിട്ടുണ്ട്. നമ്മളൊരു ബോൺലെസ് പീസ് എടുത്തേക്കുന്നത്. നമ്മൾ തൈ പീസ് വാങ്ങിച്ചിട്ട് അതിൻ്റെ ബോണെല്ലാം കളഞ്ഞ് ചിക്കൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ 1.5 കിലോ ചിക്കനാണ് എടുത്തേക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടി മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഒരു മുട്ടയുടെ ആവശ്യമുള്ളൂ. നമുക്ക് ആ മുട്ട പൊട്ടിച്ചിടാം. കാശ്മീരി ചില്ലിയാണ് എടുത്തേക്കുന്നത്. 3 സ്പൂണാണ് നമ്മൾ അതിനകത്തേക്ക് ഇടാൻ പോകുന്നത്. ഈ ഒരു അളവിൽ 3 സ്പൂണ്. ഒരു 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടി, ചെറിയ സ്പൂണിന്. ഉപ്പ് നമ്മൾ 1 സ്പൂണാണ് ഇപ്പം ഇടുന്നത്. നമ്മൾ പിന്നീട് നോക്കിയിട്ട് ഉപ്പ് കുറവാണെങ്കിൽ കുറച്ചും കൂടെ ഉപ്പ് നമ്മൾ പിന്നീട് ആഡ് ചെയ്യുന്നതാണ്. ഇത് കോൺഫ്ലവർ ആണ്. നമ്മൾ 3 സ്പൂണാണ് നമ്മളിത് ഇടാൻ പോകുന്നത്. നമ്മൾ ഇവിടെ ഒരു ഫുഡ് കളർ ആഡ് ചെയ്യുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്. 3 ഡ്രോപ്പ് എടുത്തിട്ടുള്ളൂ കേട്ടോ. കുറച്ച് നമ്മൾ ഓയിലും കൂടെ മിക്സ് ചെയ്യുവാണേ. ഒരു ഏകദേശം ഒരു 2 സ്പൂൺ എന്നുള്ളൊരു കണക്കിൽ നമ്മളൊരു 2 സ്പൂൺ ഓയിലും കൂടെ മിക്സ് ചെയ്യുക. നമുക്കിനി നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് നമുക്കൊന്ന് ഇതിൻ്റെ മാരിനേഷൻ റെഡിയാക്കി എടുക്കാം. ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ കുറച്ച് ഉപ്പ് കുറവുണ്ട്. 1 സ്പൂൺ ഉപ്പും കൂടെ ഇട്ടിട്ടുണ്ട്. നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ല അടിപൊളിയായിട്ടില്ലേ. ഒരു 1.5 കിലോ ചിക്കനാണ് നമ്മൾ എടുത്തേക്കുന്നത്. അതങ്ങോട്ട് ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് നമുക്കിത് വറക്കാനുള്ളതാണ്. അതുകൊണ്ടാണ് ചെറിയ പീസായിട്ട് എടുത്തേക്കുന്നത്. ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം. ഏകദേശം നല്ലോണം മിക്സ് ആയിട്ടുണ്ട്. ചിക്കൻ്റെ എല്ലാ ഭാഗത്തും ആ മാരിനേഷൻ കയറി പിടിച്ചിട്ടുണ്ട്. കളറും നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. കാണാനും നല്ല രസമുണ്ട്. ഇതൊരു ഏകദേശം ഒരു മണിക്കൂറത്തേക്ക് നമ്മൾ സെറ്റ് ചെയ്യുവാണ്. നമുക്കിത് അടച്ചു വെച്ചിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം. നമുക്ക് ചില്ലി ചിക്കൻ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ എണ്ണ ഒഴിച്ചു വെക്കുവാണ്. പാൻ ചൂടായിട്ടുണ്ട്. അപ്പം നമ്മൾ മാരിനേറ്റ് ചെയ്ത ചിക്കൻ 1 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചതാണ്. നമുക്ക് ഒരേന്നിട്ട് നമുക്ക് വറുത്ത് ഫ്രൈ ചെയ്തെടുക്കാം. നല്ലോണം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഓവറായിട്ട് ഫ്രൈ ചെയ്യണ്ട. നമുക്ക് ആ കടിക്കുമ്പോൾ ഒരു സോഫ്റ്റ്നെസ്സും വേണം. എന്നാൽ ഒരു പുറത്ത് ആ ഒരു ക്രിസ്പി കോട്ടിങ്ങിൻ്റെ ഒരു ഫീലും കിട്ടണം. അപ്പോൾ നമ്മൾ എല്ലാം കൂടെ ഇടുന്നില്ല. എല്ലാം കൂടെ ഇട്ടിട്ട് കഴിഞ്ഞാൽ അത് കറക്റ്റ് പരുവത്തിൽ ഫ്രൈ ആയി വരില്ല. അതുകൊണ്ട് നമ്മൾ ചെറുതായിട്ടോ ഒരേന്ന് ഇട്ട് കൊടുത്തിട്ട് നമ്മളത് ഫ്രൈ ആകുമ്പോൾ എടുത്ത് മാറ്റി അടുത്ത റൗണ്ട് ഇടുക. നിങ്ങൾക്ക് പൊറോട്ടയുടെ കൂടെ ചില്ലി ചിക്കനാണോ കഴിക്കാൻ ഇഷ്ടം, അതോ ചില്ലി ബീഫാണോ കഴിക്കാൻ ഇഷ്ടം? താഴെ ഒന്ന് കമൻറ്റ് ചെയ്യേ. അപ്പം നമുക്ക് ചിക്കൻ ഒന്ന് തിരിച്ചിടാം. അപ്പോൾ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇതങ്ങനെ എടുത്തൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇത് കണ്ടോ, ചിക്കനിൽ നമ്മൾ ആ കോട്ടിംഗ് ഒക്കെ നല്ലോണം പിടിച്ചിട്ടുണ്ട്. ഇത് ഫസ്റ്റ് റൗണ്ട് അങ്ങ് വറുത്ത് മാറ്റിയിട്ട് നെക്സ്റ്റ് റൗണ്ട് അങ്ങ് എടുത്തിടാം. ചില്ലി ചിക്കൻ ഉണ്ടാക്കാൻ എടുക്കാം. ഇതൊന്ന് വറുത്ത് കിട്ടേണ്ട താമസം മാത്രമേ ഉള്ളൂ. ബാക്കി നമുക്ക് ആ സവോളയും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ റെഡിയാക്കാമെന്നുള്ളൂ. നമുക്ക് ആ ചിക്കൻ വറക്കുന്ന നേരം കൊണ്ട് നമുക്ക് കുറച്ച് ചില്ലി സോസ് ഉണ്ടാക്കാം. സാധാരണ നമുക്ക് കടയിൽ നിന്നൊക്കെ വാങ്ങാൻ കിട്ടും. പക്ഷെ നമ്മളിവിടെ വീട്ടിൽ തന്നെ ഹോം മെയ്ഡ് ചില്ലി സോസാണ് ഉണ്ടാക്കുന്നത്. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്കത് ഉണ്ടാക്കിയെടുക്കാം. ഞാനതിന് വേണ്ടി ഒരു ചെറിയൊരു പാന്
അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ പാൻ ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചേക്കാം. ഒരു 3 സ്പൂൺ എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് ഇനി ഇതിനകത്തേക്ക് ഒരു 2 സ്പൂണ് മുളക് പൊടി എടുക്കാം. ഞാനിവിടെ കാശ്മീരി ചില്ലി എടുത്തത് ഈ ഒരു കണക്കിനെടുത്താണ് കേട്ടോ. 2 സ്പൂണ്. എണ്ണ ചൂടാകുമ്പോൾ അതിനെ തിളയ്ക്കാൻ തുടങ്ങും. അത് നമുക്കതൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. ചെറിയൊരു ഡാർക്ക് കളർ വരും. നമുക്കിതൊന്ന് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ ഒരു പരുവം കുറച്ചും കൂടെ ഒന്ന് ഡാർക്കാക്കാം. നമുക്കിനി സ്റ്റവ് ഓഫാക്കാം. ഇത്ര എളുപ്പത്തിൽ നമുക്ക് വീട്ടിൽ തന്നെ ചില്ലി സോസ് ഉണ്ടാക്കാം. നോക്കിക്കേ, തണുക്കാൻ വേണ്ടി മാറ്റി വെക്കാം. കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യണമെന്നുള്ളൂ, പക്ഷെ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കുവാണെങ്കിൽ അതായിരിക്കും നല്ലത്. സമയം ഉണ്ടെങ്കിൽ കേട്ടോ. സമയമുണ്ട്, കുക്കിങ്ങിന് ഇഷ്ടമാണെങ്കിൽ വളരെ എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അവിടെ ചിക്കൻ ഇരുന്ന് ഫ്രൈ ആകട്ടെ. ചിക്കൻ വറുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ ചില്ലി ചിക്കൻ ഉണ്ടാക്കാം. അപ്പോൾ ചിക്കൻ വറുത്ത എണ്ണയിൽ തന്നെയാണ് നമ്മൾ ഇത് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ആവശ്യത്തിലേക്ക്, നമ്മൾ ഫുൾ എടുക്കുന്നില്ല, ആവശ്യത്തിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. നമ്മളൊരു 2 മീഡിയം സവോള നല്ല ഈ സ്ക്വയർ ടൈപ്പിൽ നമ്മൾ വലുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഒരു മീഡിയം സൈസിലുള്ളൊരു ക്യാപ്സിക്കം, പിന്നെ ഒരു 3 എരിവില്ലാത്ത ഗ്രീൻ ചില്ലി. നമ്മളിത് ഗാർഡനിൽ നിന്ന് എടുത്താണ്. നമ്മൾ കടയിൽ പോയപ്പോൾ നമുക്ക് ഗ്രീൻ ക്യാപ്സിക്കം കിട്ടില്ല, അപ്പോൾ ഇത് ഇടുവാണ്. നമ്മൾ കുരു എടുത്ത് കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കളറിന് വേണ്ടിയാണ് നമ്മൾ ഇടുന്നത്. പിന്നെ ഒരു 10 വില്ല അല്ലി ഗാർലിക് എടുത്തിട്ടുണ്ട്, വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ഇടത്തരം കഷ്ണം ഇഞ്ചി നീളത്തിലരിഞ്ഞ്, പിന്നെ സ്പ്രിംഗ് ഓണിയനും ഒരു 3-4 തണ്ട് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 2-3 ചെപ്പ് ഒരു ചെറിയൊരു മല്ലിയില എടുത്തിട്ടുണ്ട്. എണ്ണയും ചൂടായിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ആദ്യമേ വേണ്ടത് നമുക്ക് കുറച്ച് പെരിഞ്ചീരകം നമുക്ക് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. മൂത്ത് വരുന്നുണ്ട്. ഇനി നമുക്ക് സവോളയും ക്യാപ്സിക്കവും പച്ചമുളകും ഇട്ട് കൊടുക്കാം. ഇതെല്ലാം ഒന്നിച്ച് തന്നെ ഇടുന്നു. നമുക്ക് പെട്ടെന്ന് തന്നെ വാട്ടിയെടുക്കാൻ വേണ്ടി. ചില്ലി ചിക്കൻ ഉണ്ടാക്കാൻ അധികം നേരമില്ല, ഇതൊന്ന് വാടേണ്ട താമസമുള്ളൂ. ഇനി ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഇട്ട് കൊടുക്കാം. ഈ സ്പ്രിംഗ് ഓണിയനും മല്ലിയും നമ്മൾ ലാസ്റ്റ് ഇടുന്നു, ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ പൊക്കത്ത് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഇടുന്നത്. ഇപ്പോൾ ഇടുന്നില്ല, അതുകൊണ്ട് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് മൊത്തം ഇട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ വഴറ്റിയെടുക്കാം. നമുക്ക് കളറ് കിട്ടാൻ വേണ്ടി പലതരം ക്യാപ്സിക്കംസ് ഇടാം. അതായത് ഓറഞ്ച് കളർ ക്യാപ്സിക്കം ഇടാം, യെല്ലോ കളർ ക്യാപ്സിക്കം ഇടാം. ഇപ്പോൾ നമുക്ക് കിട്ടിയത് റെഡാണ്, ഗ്രീൻ ക്യാപ്സിക്കം ഉണ്ടായില്ല. അതുകൊണ്ട് നമ്മൾ വീട്ടിലുണ്ടായ പച്ചമുളക് തന്നെ വെച്ച് നമ്മൾ അത് അഡ്ജസ്റ്റ് ചെയ്യുക. ജസ്റ്റ് ഒരു കളറിന് വേണ്ടി. നമുക്ക് കാണുമ്പോൾ ആ ചിക്കൻ്റെ കൂടെയും ആ ചിക്കൻ്റെ മുഴുപ്പിനുള്ള അതേപോലെ തന്നെയുള്ള സവോളയും ഈ ക്യാപ്സിക്കൊക്കെ കാണാൻ നല്ല ഭംഗിയായിരിക്കും. അതുകൊണ്ടാണ് നമ്മളത് ഇടുന്നത്. നമുക്കൊരു സ്പൂണ് ഉപ്പ് ഇപ്പിടാം. കാരണം ഉപ്പ് നമ്മൾ ആദ്യം ഇടുന്നില്ല അധികം, കാരണം നമുക്ക് പിന്നീട് ചിക്കൻ എല്ലാം കൂടെ മിക്സ് ചെയ്ത് നമുക്ക് ഉപ്പുണ്ടെങ്കിൽ, പിന്നെ ഉപ്പ് കുറവാണെങ്കിൽ നമുക്ക് പിന്നീട് ഉപ്പ് മിക്സ് ചെയ്താൽ മതി. ഇപ്പോൾ ചില്ലി ചിക്കൻ ഉണ്ടാക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ സവോളയും ക്യാപ്സിക്കൊക്കെ ഇട്ട് വഴറ്റുമ്പോൾ നമ്മൾ ഇത് അടച്ച് വെച്ച് പെട്ടെന്ന് വെന്ത് കിട്ടുമല്ലോ, വഴറ്റി കിട്ടുമല്ലോ എന്ന് വിചാരിച്ച് അടച്ച് വെച്ച് വേയരുത്. കാരണം അതിൽ നിന്ന് വെള്ളം ഇറങ്ങും. അതുകൊണ്ട് നമ്മളിപ്പോൾ ഓപ്പണായിട്ട് തന്നെ ഈ എണ്ണയെ കിടന്നങ്ങോട്ട് വഴറ്റി പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയായി കിട്ടും. സവോളയും ക്യാപ്സിക്കൊക്കെ എല്ലാം വഴറ്റി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് അധികം വഴറ്റണ്ട, കാരണം തീരെ കണ്ടമാനമായിട്ട് വഴറ്റി പോകണ്ട. നമുക്ക് ജസ്റ്റ് ഒന്ന് വെന്ത് കിട്ടിയാൽ നമുക്ക്, കാരണം നമ്മൾ ചില്ലി ചിക്കൻ കഴിക്കുമ്പോൾ നമുക്ക് ആ ഒരു സോഫ്റ്റ് കടി വേണം, അന്ന സാധനം വേഗവും വേണം. നമുക്ക് അധികം വഴറ്റെടുക്കണ്ട. ഈ ഒരു പരുവത്തിന് നമുക്ക് ഇതുണ്ടോ, ഈ ഒരു രീതിയിൽ നമുക്ക് കിട്ടിയാൽ മതി. നമുക്ക് ഇതിൻ്റെ കൂടെ ബാക്കിയുള്ള സംഭവങ്ങൾക്കെല്ലാം ഇട്ട് കൊടുക്കാം. ആദ്യം നമുക്ക് 3 സ്പൂണ് ടൊമാറ്റോ സോസ് ഇട്ട് കൊടുക്കാം. ഞാൻ ഈ ഒരു സ്പൂണിലെടുത്ത കണക്കിന് 3 സ്പൂൺ ടൊമാറ്റോ സോസ്. ഇനി 2 സ്പൂണ് സോയ സോസും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം.
ഇനി നമുക്ക് വിനാഗിരി ഒരു സ്പൂൺ എടുക്കാം. ഇവിടെ എടുത്തത് വൈറ്റ് വിനീഗറാണ്. നമുക്ക് ഒരു സ്പൂണ് പഞ്ചസാരയും കൂടെ ഇട്ട് കൊടുക്കാം. നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മളിവിടെ ഒരു കപ്പിൽ നല്ല ചൂട് വെള്ളം എടുത്തിട്ടുണ്ട്, അതങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക. നമുക്ക് ഇനി ഉപ്പ് നോക്കാം. ഉപ്പ് ശകലം കുറവുണ്ട്, നമുക്കൊരു അര സ്പൂണും കൂടെ ഇട്ട് കൊടുക്കാം. ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. നമ്മളിവിടെ കോൺഫ്ലവർ കലക്കി വെച്ചിട്ടുണ്ട്. ഇത് 3 സ്പൂണ് കോൺഫ്ലവർ എടുത്തിട്ടുണ്ട്. അത് നല്ല പച്ച വെള്ളത്തിലേക്ക് കലക്കിയാവും കേട്ടോ, ചൂടുവെള്ളത്തിൽ കലക്കരുത്. പച്ച വെള്ളത്തിൽ കലക്കിയ കോൺഫ്ലവർ നമ്മളിവിടെ വെച്ചിട്ടുണ്ട്. നമുക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നല്ലോണം ഒന്ന് ഇളക്കാം. ഇത് ചെയ്യുന്ന പറഞ്ഞാൽ ഗ്രേവി തിക്കാകാൻ വേണ്ടിയാണ്. ഇനി നമുക്ക് ചിക്കൻ വറുത്ത് വെച്ചത് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം. ഇതിപ്പോൾ ഒരു സെമി ഡ്രൈ പരിവമായിട്ടുണ്ട്. നമുക്ക് കുറച്ചും കൂടെ ഗ്രേവി വേണം, കാരണം നമ്മൾ പൊറോട്ടയുടെ കൂടെയാണല്ലോ കഴിക്കുന്നത്. അതുകൊണ്ട് ഗ്രേവി കുറച്ചും കൂടെ കൂട്ടാൻ വേണ്ടി നമുക്ക് ഒരു കപ്പ് തിളച്ച വെള്ളം കൂടെ ഇട്ട് കൊടുക്കാം. ഇപ്പം നമുക്ക് ഒരു കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. നമുക്ക് കുറച്ചും കൂടെ ഗ്രേവി ആവശ്യമുണ്ട്. നമ്മൾ ഇതിൻ്റെ ഇടയ്ക്ക് ഒരു സാധനം ഇടാൻ മറന്നുപോയി. കുറച്ച് ഇളക്കി വന്നപ്പോൾ എന്താ കളറില്ലാത്തത് ഇപ്പോഴല്ലേ മനസ്സിലായി. സാധനം ചില്ലി സോസ് ഇടാൻ മറന്നുപോയി. ഒരു 2 സ്പൂണ് ചില്ലി സോസ് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇത് ചില്ലി സോസ് നമ്മൾ മറ്റേ സോസൊക്കെ ആഡ് ചെയ്യുന്ന കൂട്ടത്തിൽ വേണം നമുക്ക് ഇടാൻ. അതായത് സോയ സോസും ടൊമാറ്റോ കെച്ചപ്പൊക്കെ ആഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് ചില്ലി സോസും കൂടി ഇട്ട് കൊടുക്കാം. 3 സ്പൂൺ ചില്ലി സോസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പം കണ്ടോ, നമുക്ക് ആ ഒരു റെഡ് കളർ സാധനം, ആ ഒരു ടെക്സ്ചർ കണ്ടോ, നോക്കിക്കേ എങ്ങനെയാണെന്ന് നോക്കിക്കേ. ഇത് കണ്ടോ, ആ ഒരു കളറ് കണ്ടോ, നമ്മുടെ നാട്ടിലൊക്കെ കിട്ടുന്ന അതേ ആ ഒരു സ്റ്റൈലിൽ. ഞാൻ ഗ്യാസ് ഓഫ് ചെയ്യാൻ പോകുന്നത്. ഇത് ഏകദേശം റെഡിയായി. ഇനിയും വെച്ച് കഴിഞ്ഞാൽ ഇത് വീണ്ടും കുറുകി പോകും. നമുക്ക് കുറച്ചും കൂടെ ഗ്രേവി വേണം. അതുകൊണ്ട് നമ്മൾ ഈ പരുവത്തിൽ നമ്മൾ ഓഫ് ചെയ്യാൻ പോവുക. ഗ്യാസ് ഓഫ് ചെയ്ത് ഇനി നമുക്ക് ഗാർണിഷ് ചെയ്യാൻ വേണ്ടി ഇതിൻ്റെ പൊക്കത്ത് നമുക്ക് കട്ട് ചെയ്ത് വെച്ചേക്കുന്ന സ്പ്രിംഗ് ഓണിയൻ ഇങ്ങനെ ഇട്ട് കൊടുക്കുക. മല്ലിയിലയും കൂടെ ഒന്ന് വിതറി കൊടുക്കുക. ഇത്ര ഉള്ളു പരിപാടി. ചില്ലി ചിക്കൻ ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. ഇതൊക്കെ ഒന്ന് നിങ്ങൾ സമയം കിട്ടുമ്പോൾ വീട്ടിൽ തന്നെ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയിൽ കാണാം. ടേക്ക് കെയർ. ബൈ.